പ്രിയമുള്ളവരെ, ഈ ജൂൺ മാസം 2-ാം തീയതി നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും തുറക്കുകയാണ്. നമ്മുടെ കുഞ്ഞുമക്കൾ സ്കൂളിലേക്ക് പോകുന്ന പ്രവേശനോത്സവത്തോടുകൂടി ആരംഭിക്കുകയാണ്. ഈ ഒരു അധ്യയന വർഷത്തിൽ കുഞ്ഞുങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഗതാഗത വകുപ്പിൽ നിന്നും വാഹനാപകടങ്ങൾ ഏറ്റവും കുറയ്ക്കണം എന്ന ആഗ്രഹത്തോടെയാണ് ഞാൻ നിങ്ങളോട് 2 വാക്ക് പറയാം എന്ന് ആഗ്രഹിക്കുന്നത്. നമ്മുടെ സ്കൂൾ ബസ്സുകൾ നല്ല നിലയിൽ പരിശോധിക്കാൻ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. നിയമത്തിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും പാലിച്ചുകൊണ്ടായിരിക്കും നമ്മൾ സ്കൂൾ ബസ് ഓടിക്കുക. അപ്പോൾ രക്ഷിതാക്കളുടെ സംഘടനയും മാനേജ്മെൻറ്റും ശ്രദ്ധിക്കേണ്ട, പ്രധാന അധ്യാപകരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നത്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വാഹനങ്ങളിൽ നിന്നും യാത്രയിലോ സ്കൂളിലേക്ക് പോകുമ്പോഴോ വരുമ്പോഴോ പരമാവധി അപകടങ്ങൾ കുറഞ്ഞിരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശങ്ങളാണ് ഞാൻ മുന്നോട്ട് വയ്ക്കുന്നത്. നമ്മുടെ സ്കൂൾ ബസ്സുകൾക്ക് ഡോറുകളുണ്ട്. എത്ര ഡോറുണ്ട് എന്ന് പരിശോധിച്ച് ഓരോ ഡോറിലും പ്രത്യേകമായി അറ്റൻഡർമാരെ നിയമിക്കണം. ഒരു ഡോറാണെങ്കിൽ ഒരു അറ്റൻഡർ, 2 ഡോറുണ്ടെങ്കിൽ 2 അറ്റൻഡർ. അറ്റൻഡറെ സംബന്ധിച്ച ജോലി എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വാഹനത്തിൽ കയറ്റുമ്പോൾ തന്നെ രക്ഷിതാവിൽ നിന്ന് കുഞ്ഞിനെ ഏറ്റെടുത്ത് വാഹനത്തിനുള്ളിൽ കയറ്റണം. തിരിച്ചു കൊണ്ടുവിടുമ്പോഴും വാഹനത്തിൽ നിന്ന് കുഞ്ഞിനെ കൈപിടിച്ച് രക്ഷിതാവിൻ്റെ കൈവശം ഏൽപ്പിക്കാതെ അറ്റൻഡർ പോകാൻ പാടില്ല. അതാണ് അറ്റൻഡറുടെ ജോലി എന്ന് പറയുന്നത്. അല്ലാതെ ഫുട്ബോളിൽ നിൽക്കുന്ന മാത്രമല്ല അറ്റൻഡർ ജോലി. അതിനല്ല, അറ്റൻഡർ വെച്ചിരുന്ന് കുഞ്ഞുങ്ങളെ രക്ഷിതാവിൽ തിരിച്ചേൽപ്പിക്കണം. കൊച്ചുകുട്ടികളാണെങ്കിൽ വാഹനം നിർത്തി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളെ റോഡ് ഒരു കാരണവശാലും ക്രോസ് ചെയ്യാൻ തനിച്ചു വിടാൻ പാടില്ല. അറ്റൻഡർ കുഞ്ഞിനെ കൈപിടിച്ച് റോഡ് കൃത്യമായി ക്രോസ് ചെയ്ത് സുരക്ഷിതമായി രക്ഷിതാവിനെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ വണ്ടി ഡ്രൈവർമാർ മുന്നോട്ടെടുക്കാൻ പാടുള്ളൂ. കുഞ്ഞുങ്ങൾ പൂർണ്ണമായി കയറുകയും അവരെ സുരക്ഷിതരായി സീറ്റുകളിൽ ഇരുന്നു എന്നറിഞ്ഞതിന് ശേഷം മാത്രമേ വാഹനം ഡ്രൈവർ സ്റ്റാർട്ട് ചെയ്യാൻ പാടുള്ളൂ, ഡോർ അടയ്ക്കാൻ പാടുള്ളൂ, അറ്റൻഡർ വണ്ടി മുന്നോട്ട് പോകാൻ നിർദ്ദേശം കൊടുക്കാൻ പാടുള്ളൂ. അത് പൂർണ്ണമായും ഡ്രൈവറും അറ്റൻഡറും അത് ഉറപ്പുവരുത്തണം. അതുമാത്രമല്ല, ഈ കുഞ്ഞുങ്ങളെ സ്കൂൾ വാഹനങ്ങളിൽ ക്യാമറ വയ്ക്കാൻ വേണ്ടി സർക്കാർ പ്രത്യേക ഉത്തരവ് ഇറക്കിയിട്ടുണ്ട്. ആ ഉത്തരവ് ഈ ഒരു ഓഗസ്റ്റ് മാസം 1-ാം തീയതിയോടുകൂടി അത് നിലവിൽ വരും. കാരണം 2 മാസത്തെ അവധി ആവശ്യമുണ്ടെന്ന് PTA-കളും മാനേജ്മെൻറ്റും ആവശ്യപ്പെട്ടതുകൊണ്ടാണ് സർക്കാർ അത് അനുവദിച്ചത്. ബസ്സിൻ്റെ ഉള്ളിലേക്ക് ഒരു ക്യാമറ, ബസ്സിൻ്റെ മുന്നിലേക്ക് ഒരു ക്യാമറ, ബസ്സിൻ്റെ പിന്നിലേക്ക് ഒരു ക്യാമറ, ഇങ്ങനെയുള്ള 3 ക്യാമറകളാണ് നമ്മൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. കുഞ്ഞുങ്ങൾ ഇറങ്ങുമ്പോൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക. പിന്നെ ഡ്രൈവർ ഫ്രണ്ടിലോട്ട് ചെറിയ കുഞ്ഞുങ്ങൾ വണ്ടിയുടെ മുമ്പിൽ നിന്ന് അറിയില്ല. റിവേഴ്സ് എടുക്കുമ്പോഴും ഈ ക്യാമറ നോക്കി തന്നെ നമ്മൾ റിവേഴ്സ് എടുക്കണം. ആ ക്യാമറയുടെ മോണിറ്റർ ഡ്രൈവറുടെ സീറ്റിൻ്റെ അടുത്ത് ഉണ്ടാകണം. അത്തരത്തിലുള്ള ക്യാമറയാണ് വെക്കേണ്ടത്. അത് നിർബന്ധമായും വെക്കേണ്ടതാണ്. അതിന് വെക്കുന്നതിന് ജൂൺ മാസം 1 എന്നുള്ളത് ഓഗസ്റ്റ് വരെ ഒരു അവധി കൊടുത്തിട്ടുണ്ട്. എല്ലാവരും വെക്കണം. PTA-യും രക്ഷിതാക്കളും എല്ലാം അത് വെച്ചിട്ടുണ്ട്. എന്നിനിയുള്ള നാളുകളിൽ ഉറപ്പുവരുത്തണം. ഈ പറയുന്ന സമയത്തിനുള്ളിൽ അത് പൂർത്തിയാക്കാൻ മാനേജ്മെൻറ്റും അതുപോലെ PTA-കളും തയ്യാറാവണം. അധ്യാപകരും പ്രഥമാധ്യാപകരും ശ്രദ്ധിക്കുക. അല്ലെങ്കിൽ നിയമപരമായി നമ്മൾ അത് വാഹനത്തെ തടയേണ്ടതായി വരും. ഇത് പ്രധാനപ്പെട്ട കാര്യമാണ്. മറ്റൊരു കാര്യം പറഞ്ഞാൽ വാഹനത്തിൻ്റെ ടയർ നല്ല കണ്ടീഷനിലാണോ എന്ന് രക്ഷിതാക്കളും മാനേജ്മെൻറ്റും പ്രഥമ അധ്യാപകരും എല്ലാവരും ശ്രദ്ധയോടെ നോക്കണം. ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ്. ടയറിന് കട്ടയുണ്ടോ, ത്രെഡുണ്ടോ എന്ന് കൃത്യമായിട്ട് നോക്കണം. അതുപോലെ റോഡിനെ സംബന്ധിച്ച് റോഡിൽ നമ്മൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ 50 കിലോമീറ്റർ മേളിൽ വാഹനം ഓടിക്കാൻ പാടില്ല. വാഹനങ്ങൾ 50 കിലോമീറ്റർ മേളിൽ പോകാൻ പാടില്ലാത്ത വിധത്തിൽ സ്പീഡ് ഗവർണർ പിടിപ്പിച്ചിട്ടുണ്ട് എല്ലാ സ്കൂൾ ബസ്സിലും. അത് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് ബന്ധപ്പെട്ടവർ ഉറപ്പുവരുത്തേണ്ടതാണ്. ഉദ്യോഗസ്ഥർ അത് പരിശോധിക്കും. അടിക്കടി അതിൻ്റെ പരിശോധന ഉണ്ടായിരിക്കും. നമ്മളിപ്പോൾ വണ്ടിയുടെ ടെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങിയാലും അടിക്കടി ഇത്തരം സാധനങ്ങളെ ഡിസ്കണക്ട് ചെയ്തിട്ടുണ്ടോ, സ്പീഡ് ഗവർണർ കൃത്യമായി ഉപയോഗിക്കുന്നുണ്ടോ, അതുപോലെ കുഞ്ഞുങ്ങളെ സുരക്ഷത്തിന് വേണ്ടിയുള്ള സംവിധാനങ്ങളുണ്ട്. അത് കൃത്യമായി വർക്ക് ചെയ്യുന്ന ഉറപ്പുവരുത്തുക. എന്തെങ്കിലും എമർജൻസി വന്നു കഴിഞ്ഞാൽ അവർക്ക് അലർട്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ സ്കൂൾ ബസ്സിൽ ഒരുക്കിയിട്ടുണ്ട്. അത് കൃത്യമായി വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് പരിശോധിക്കുക.